കർണാടകയിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് അർജുന്റെ ജന്മനാടായ കണ്ണാടിക്കലിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. അർജുൻ തിരികെ എത്തുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. അർജുൻ മണ്ണിനടിയിൽ അകപ്പെട്ട് 5 ദിവസം പിന്നിട്ടിട്ടും കണ്ടെത്താതായതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേരാണ് പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. 6 ദിവസമായിട്ടുള്ള വിഷമം കൂടിയാണ് പ്രതിഷേധം. ഇതിപ്പോ ഞങ്ങൾ വേറൊന്നും എൻ്റെ ഇപ്പൊ ഇവിടെ കൂടിയ സംഘടന ആയിക്കോട്ടെ, ഈ ഒരു പ്രതിഷേധ പ്രകടനം ഇതിൽ ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ കേരളത്തിലെ ഒരു പട്ടിക്കുട്ടിക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വില കൊടുക്കുകയായിരുന്നു. അത് ഒന്നുമില്ലാതെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് കടത്തി വിടുക പോലും ചെയ്യാതെ ഒരു ജീവനാണ് മണ്ണിനടിയിൽ 6 ദിവസമായിട്ട്. അപ്പൊ ആ ഒരു 6 ദിവസത്തെ അനാസ്ഥ എന്ന് തന്നെ പറയാം. ഇന്നലെ രാത്രിയിലും പ്രദേശത്തെ നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു. അർജുൻ തിരിച്ചെത്തുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയ തിരച്ചിൽ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. സമയം ഒപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച 9 മണിയാകുമ്പോൾ പല അസൗകര്യങ്ങളും പറഞ്ഞ് നിർത്തിവെക്കുകയാണ്. അത് നിർത്തിവെക്കുന്നത് ശരിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കേരളത്തിലെ മക്കൾ ഞങ്ങളെ മക്കളാണ്. ഈ മനുഷ്യജീവൻ അടി കിടക്കുന്നുണ്ട്, എത്ര കിടക്കുന്നുള്ളവർ അവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്നത്തോട് കൂടിയിട്ട് ആ കുടുംബത്തിനെ, അർജുനെ കുടുംബത്തിനെ ഏൽപ്പിക്കണം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ആ കുടുംബം അത് തന്നെയാണ്. ഓരോ മിനിറ്റുകളും അവരിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് സൈന്യം ഉച്ചയ്ക്ക് ശേഷം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരും. സൈന്യത്തിനെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയച്ചിരുന്നു. ജനം, കോഴിക്കോട്.